രജിസ്ട്രാറുടെ സസ്പെൻഷന് പിന്നാലെ കേരള സർവകലാശാലയിൽ പോര് മുറുകുന്നു. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ മന്ത്രിമാർ രംഗത്ത് വന്നു. സസ്പെൻഷൻ നടപടി നേരിട്ട ഡോക്ടർ കെ എസ് അനിൽകുമാറും VC-യുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സിസ തോമസും ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് കലാശാല ആസ്ഥാനം. ആദ്യ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ ഉള്ളത്, അത് വളരെ എവിഡന്റ് ആണല്ലോ. സിൻഡിക്കേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലറോട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വലിയ അടിയന്തര പ്രാധാന്യം ഉള്ള വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ സസ്പെൻഷനിലേക്ക് പോയിട്ടുള്ളത്. സംഘപരിവാര ശക്തികൾക്ക് വിധേയമായിട്ട് ചാൻസലറും അദ്ദേഹത്തിന്റെ ചട്ടുകമായിട്ട് വൈസ് ചാൻസലറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കലാണ് ലക്ഷ്യം. സംഘർഷം ഒഴിവാക്കാനും മതനിരപേക്ഷത ഈ ക്യാമ്പസിന് അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് മതാത്മക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ് രജിസ്ട്രാർ മുൻകൈയെടുത്തത്. അതിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ ബലിയാടാക്കപ്പെടുന്നത്. അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. രജിസ്ട്രാർ നിയമിക്കുന്ന സിൻഡിക്കേറ്റാണ്. അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ്. ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത്. പരിപാടി റദ്ദാക്കി എന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കരുത്. ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, ശരിക്കും ഈ പോര് മുറുകയും ഈ സസ്പെൻഷനിലായ രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് പാളയത്തെത്തുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും. മാത്രമല്ല, സിൻഡിക്കേറ്റിലെ മുഴുവൻ അംഗങ്ങളും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ അതോ ഇടതുപക്ഷ സഹയാത്രികർ മാത്രമേ ഉള്ളൂ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ് എക്സേൻ. നിലവിൽ സിൻഡിക്കേറ്റിലെ മുഴുവൻ അംഗങ്ങളും ഇപ്പോൾ രജിസ്ട്രാറെ പിന്തുണയ്ക്കുന്നില്ല. 2 അംഗങ്ങൾ BJP അനുകൂല അംഗങ്ങളാണ് സിൻഡിക്കേറ്റിൽ. ആ അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ അംഗങ്ങളും ഇപ്പോൾ രജിസ്ട്രാറെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ രജിസ്ട്രാർ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടെങ്കിലും ഇപ്പോഴും അതിനൊരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. SFI പ്രവർത്തകർ അദ്ദേഹം ഇന്ന് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭരണഘടന നൽകി സ്വീകരിക്കാൻ, ഭരണഘടനയുടെ കോപ്പി നൽകി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം 10 മണിയോടുകൂടി സാധാരണ ഈ ഓഫീസിൽ എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ യൂണിവേഴ്സിറ്റിയിലെ എന്റെ തൊട്ടുപിറകിൽ കാണുന്ന ആ ബിൽഡിംഗിലാണ്, അവിടെയാണ് അദ്ദേഹം സാധാരണ ആ ഓഫീസിലാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ സസ്പെൻഷന്റെ സാഹചര്യത്തിൽ പകരം സീനിയർ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിന് ഈ ചുമതല നൽകിയിട്ടുണ്ട്. പക്ഷേ ഹരികുമാറും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തുകയില്ല. അദ്ദേഹം വ്യക്തിപരമായ ആവശ്യങ്ങളാൽ ലീവിലായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ് നമ്മൾ രാവിലെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് സർവകലാശാല ആസ്ഥാനം. ഇന്ന് സർവകലാശാലയിൽ ജീവനക്കാരുടെ പ്രതിഷേധമുണ്ട്, ഒപ്പം മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവുമുണ്ട്. ഈ രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി അത് കടുത്ത രാഷ്ട്രീയ പോരായി മാറുകയും ചെയ്യുകയാണ്. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിൽ രണ്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒഴികെയുള്ള എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളും പൂർണ്ണ പിന്തുണ ഇപ്പോൾ രജിസ്ട്രാർക്ക് നൽകുകയാണ്. കാരണം രജിസ്ട്രാറെ നിയമിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഒരു അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്